സൺഡേ ഉണ്ടാക്കിയ ഒരു മടിയൻ ബിരിയാണിയാണ് ഇത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പം അധികം പണിയൊന്നുമില്ലാതെ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാനാണ് തോന്നിയത്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ലേസി ബിരിയാണിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊന്നും തന്നെ വഴറ്റുന്നില്ല, ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തങ്ങ് ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിരിയാണി വെക്കുന്ന ഒരു പാത്രം എടുക്കുക. അതിനകത്തേക്കൊരു 3 സവോള തിന്നായിട്ട് അരിഞ്ഞത്, 2-2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത്, ഒരു വലിയ തക്കാളി, കുറച്ച് ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് ആദ്യം ഒന്ന് ഞെരടിയെടുക്കണം. സവോള നല്ലപോലെ സോഫ്റ്റായി വരും കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ജ്യൂസൊക്കെ ഇറങ്ങി, ആ തക്കാളിയുടെയും ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആവും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പച്ചമുളകും കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ ചിലപ്പോൾ കൈ നീറും. നല്ല എരിവുള്ള മുളകാണെങ്കിൽ അല്ലെങ്കിൽ പച്ചമുളക് ഇപ്പം ചേർക്കണ്ട, ബാക്കി സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ മുളകിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്തു, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ, പിന്നെ ഒരു 2.5-3 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. എപ്പോഴും നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ. ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, ഫ്ലേവർ. ഇതിനകത്തോട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സ് ചെയ്തതും കൂടി അരിഞ്ഞെടുത്തത് ചേർത്തു. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും ആവശ്യത്തിന് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. എണ്ണയുടെയും നെയ്യുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇനി ഈ മസാലയിലേക്ക് 1 കിലോ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. കുറച്ച് മീഡിയം സൈസിലുള്ള പീസുകളാണ് കേട്ടോ, ഒരുപാട് വലിയ കഷ്ണങ്ങളല്ല. പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ മസാല ചേർത്ത് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ ചിക്കനിലോട്ട് പിടിക്കാനായിട്ടാണ്. ഇനി ഒരു 2.5 കപ്പ് ബിരിയാണി റൈസ്, ഞാൻ എടുത്തിരിക്കുന്ന ജീരകശാലയാണ്, ബസ്മതി ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടി ഒരു 1/2 മണിക്കൂറൊന്ന് കുതിർത്ത് വയ്ക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു പാൻ ഉണ്ടല്ലോ, ചിക്കൻ മസാല പുരട്ടി വെച്ചത്, നേരെ അടുപ്പിലോട്ട് വെച്ചു. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പം ഈ സവോളയിൽ നിന്നും ചിക്കനിൽ നിന്നും ഒക്കെ നല്ലപോലെ വെള്ളം വരും. ഞാൻ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ചിക്കനിലോട്ട് കുറച്ചൊന്ന് മസാലയൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും മസാലപ്പൊടികൾ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കൻ ഏകദേശം ഒരു 3/4 വേവായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി റൈസ് ഇട്ട് വേവിക്കണം. അപ്പോൾ ആദ്യം ഇതിൽ എത്ര ഗ്രേവി ഉണ്ടെന്നൊരു ഏകദേശം അളവൊന്ന് നോക്കണം കേട്ടോ. കറക്റ്റായിട്ട് വേണ്ട. ഇതിലിപ്പോൾ ഒരു 1.5 കപ്പോളം ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഇനി കൂടുതൽ അരിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2.25 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ടോട്ടൽ 3.25 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, ആ ഒരളവാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രേവി എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എക്സ്ട്രാ വെള്ളം ചേർത്താൽ മതി. കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ചൊന്ന് കൂടി നിന്നാലേ റൈസിൽ ആവശ്യത്തിന് പിടിക്കുള്ളൂ. അപ്പോൾ ഇനി 2.5 കപ്പ് കുതിർത്ത് വെച്ച റൈസും കൂടി ഇട്ടു. അതായത് റൈസ് ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ കണ്ടോ, ഈ ഒരളവിലായിരിക്കണം വെള്ളം. അടച്ചു വയ്ക്കുക. കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് പതുക്കെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. താഴെയുള്ള റൈസൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടാവും, മുകളിലുള്ളത് ചിലപ്പം വേവാതെ കിടക്കും. അപ്പോൾ അതുപോലെ ഇടയ്ക്കൊന്ന് പതുക്കെ അരിയൊന്നും ഒരുപാട് ഉടഞ്ഞു പോകാതെ ഇളക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഫുള്ള് ഡ്രൈ ആയിട്ട് കറക്റ്റ് പാകത്തിനായി വരും കേട്ടോ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചിക്കനും റൈസും കൂടി ഒരുമിച്ച് കിടന്ന് വേവുന്നത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ റൈസായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ മടിയൻ ബിരിയാണി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം.